ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനു തിരിച്ചു വരുന്നതുവരെ ഞാൻ അമ്മയടുത്ത് പോയി നിന്നോട്ടെ. മനു വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം എന്നു പറഞ്ഞ ഇവിടെ മനുഷ്യക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മനു മാത്രമേ ഉള്ളൂന്ന്. ബാക്കിയുള്ളവരൊക്കെ കുഴപ്പക്കാരാണല്ലേ? ആരെങ്കിലൊക്കെ ഒന്ന് ഞെട്ടിക്കണം, അല്ലെങ്കിൽ ലൈഫിൽ എന്താ ഒരു ത്രില്ല്. സോറി ആന്റി. സാരമില്ല, കുട്ടി കാണിച്ചത് തെറ്റൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഹരി പറയും. അപ്പൊ മനസ്സിലാവും ഞാനും മോളും ഒക്കെ എന്തിനാ പേടിച്ചെന്ന്. അല്ല, എന്നിട്ട് പറയ്, അന്ന് ലോങ് ലീവ് എടുത്ത് മുങ്ങിയതല്ലേ? ഇത്രയും കാലം എവിടെയായിരുന്നു? വിദേശത്തോ? അതോ ഇനി സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനി കൂടിയോ? ജോലിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. ലോങ് ലീവ് അവസാനിച്ചു, തിരിച്ച് ജോയിൻ ചെയ്തു. എവിടെ? കൃഷി ഓഫീസില്. പക്ഷെ ഇവിടെ തന്നെ. ഇവിടെ ആയിരുന്ന ഇവിടുത്തെ കൃഷി ഓഫീസറായിട്ട്. അല്ല, അതെന്തായാലും ഗംഭീരമായല്ലോ. ഇവരിപ്പോ കൃഷിയൊക്കെ തുടങ്ങിയിട്ടിരിക്കുക. അപ്പൊ മോളുടെ വരവ് എന്തായാലും ഗംഭീരമായി. അതേലോ, ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട കൃഷിക്കാരെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് ഭാർഗവൻ സാറിന്റെ അടുത്ത് എന്ന് ചാടിയത്. ഓ ഭാർഗവൻ. പുള്ളിയാണ് പറഞ്ഞത് കവിയും കലാകാരനുമായ ഒരു കർഷകനെ കുറിച്ച്. പറഞ്ഞു വന്നപ്പോ ആരാ താൻ. അതാ നേരെ ഇങ്ങോട്ട് വെച്ചു പിടിച്ചത്. എന്തായാലും നന്നായി, കുറെ കാലത്തിന് ശേഷം കണ്ടല്ലോ. ഇനിയിപ്പോ താൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. കാണേണ്ട കാര്യമുണ്ട്. ഇനി മുതല് ഇടയ്ക്കിടയ്ക്ക് എന്റെ ശല്യം ഉണ്ടാവും. പ്രത്യേകിച്ച് തന്നെ കറികളൊക്കെ എനിക്ക് പിടിച്ചതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചിട്ട് വന്നാ നന്നായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കി വെക്കാലോ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. ശരി. ഹരി, കാണാം. ശരി. എന്താ മോളെ? അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ഞാൻ മോളോട് അധികം അടുക്കുന്നില്ല, അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞില്ലേ? ഞാനിപ്പോ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടച്ഛ. അവളുടെ വിഷമങ്ങളൊക്കെ ഞാൻ മാറ്റിക്കോളാം. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ ഞാൻ പറഞ്ഞത്. അച്ഛ, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ പറയുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല. മോളെ, നിന്നെ ഭാര്യയായി അംഗീകരിച്ച് വിപിൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ മുതല് എന്റെ അമ്മയുടെ മനസ്സിൽ നീ ഞങ്ങളുടെ മോള. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ മോൾ അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. അച്ഛ, വിപിന്റെ സ്വഭാവത്തെ കുറിച്ചാ പറയാനുള്ളത്. പലപ്പോഴും വിപിനെ എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വിപിന്റെ മനസ്സില് വേറെ എന്തൊക്കെയോ ചിന്തകളാ. എന്തൊക്കെയോ വലിയ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെയാ പറയുന്നത്. ആരുടെയൊക്കെയോ കൂടെ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചും വലിയ സമ്പാദ്യത്തിനെ കുറിച്ചുമൊക്കെ. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോ പേടിയാച്ച. കഴിഞ്ഞ ദിവസം അച്ഛനോട് സ്വത്ത് എഴുതി തരുന്നതിനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കണമെന്നല്ല പറഞ്ഞത്. മനസ്സിലായി മോളെ.
അത് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു ടെൻഷൻ. അതെല്ലാം കൊടുത്തു കഴിയുമ്പോ വിപിന് എന്നോടും മോളോടും സ്നേഹം കാണിക്കണമെന്നില്ലല്ലോ. സത്യത്തില് വിപിൻ ഞങ്ങളെ തിരക്കി വന്നതുപോലും അച്ഛൻ ഈ സ്വത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടല്ലേ? മോള് പറയുന്നതിൽ വാസ്തവമുണ്ട്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛാ. തെരുവിൽ വരെ കിടന്നിട്ടുണ്ട്. വീണ്ടും അങ്ങനെയൊക്കെ ആയാലും ഞാനതൊക്കെ സഹിക്കും. പക്ഷെ മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അവളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? വേറൊന്നുമല്ല, വിപിൻ ഞങ്ങളെ സ്നേഹിച്ചോളും സംരക്ഷിച്ചോളും എന്നുള്ള ഉറപ്പ് അച്ഛനും അമ്മയ്ക്കും ഉണ്ടായാൽ മതി. ഞങ്ങളും അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മോള് പേടിക്കണ്ട. അങ്ങനെ ഒരു ധൈര്യം അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നത് വരെ എന്റെ പേരിലുള്ള ഒരു സ്വത്ത് പോലും വിപിന്റെ പേരിലേക്ക് ഞാൻ മാറ്റിയെഴുതില്ല. അവൻ നേർവഴിക്ക് നടക്കില്ലെന്ന് തോന്നിയാല് എനിക്കുള്ളതൊക്കെ കല്യാണി മോൾക്കുള്ളതാ. അച്ഛൻ ഞാനീ പറഞ്ഞതൊന്നും വിപിനോട് പറയരുത്. ഇല്ല മോളെ, ഞാനൊന്നും പറയില്ല. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട മോളെ. ഞാൻ വേണമെങ്കിൽ ഒരു ചായ എടുക്കാം. എന്നാ കുറച്ചാകാം. അത് കഴിഞ്ഞിട്ടേ പിന്നാമ്പുറത്ത് കുറച്ച് പണിയുണ്ട്. ആ ചേമ്പിന്റെ താളൊക്കെ ഒടിഞ്ഞെടുക്കുക, അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കണം. എങ്കിൽ ഞാനും കൂടാ അച്ഛ. വീട്ടില് അച്ഛൻ കൃഷിപ്പണിയൊക്കെ ചെയ്യുമ്പോ ഞാനും കൂടാറുണ്ട്. എനിക്കതൊക്കെ വലിയ ഇഷ്ടാ. ശരി മോളെ, മോള് പോയി ചായ എടുക്കും. ശരി അച്ഛ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എടുത്തതുകൊണ്ട് ഇനി കൂടെ കൂടെ യാത്രയും ക്യാമ്പും ഒക്കെ ഉണ്ടാവും. അതിൽ നിന്നും ഒഴിഞ്ഞു വെക്കാനും പറ്റില്ല. മനുവിന്റെ ജോലിയുടെ ഭാഗമല്ലേ, മനു പൊയ്ക്കും. ആദ്യം അവിടെ ആദി, എടോ ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും അവന്റെ മനസ്സ് ഫ്രഷ് ആയിരിക്കാൻ നോക്കണം. ആദ്യക്കുട്ടാ, അച്ഛനൊരു യാത്ര പോവാ. 2-3 ദിവസം കഴിഞ്ഞേ വരൂ. വരുമ്പോ മോൻ എന്താ കൊണ്ടുവരേണ്ടത്? എന്തായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നിയാ അത് അച്ഛനോട് പറയണം. അച്ഛൻ വരുമ്പോ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. എന്നിട്ട് എന്താ നീ അത് ചെയ്യാത്തത്? ഇനി അത് ഞാൻ എഴുതി വെക്കാം. അപ്പൊ ഓക്കെ, ഇത്തവണ കൂടെ അച്ഛന് ഇഷ്ടമുള്ളത്. ഓക്കേ. മനു തിരിച്ചു വരുന്നത് വരെ ഞാൻ അമ്മയടുത്ത് പോയി നിന്നോട്ടെ. മനു വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. എന്ന് പറഞ്ഞ ഇവിടെ മനുഷ്യക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തി മനു മാത്രമേ ഉള്ളൂന്ന്. ബാക്കിയുള്ളവരൊക്കെ കുഴപ്പക്കാരാണല്ലേ? മധുര നൊമ്പരക്കാറ്റ്